ഇത് ഒന്നും ചെയ്യണ്ട, വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു കമ്പ് വെച്ച് കറക്കി കൊടുത്താൽ വേസ്റ്റ് വരും. വേസ്റ്റ് ഒന്നുമില്ല. അതായത് ഇത് നൂല് അതിന് ചുറ്റി വരും. എന്നിട്ട് കഴുകിട്ട് അങ്ങനെ കറി വെച്ചാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. സാധാ വെക്കുന്ന പോലെ കറി വെച്ചാൽ മതി. തോരൻ വെച്ച് കഴിക്കാം, വറുത്തിട്ട് ചമ്മന്തി ആക്കാം, എല്ലാം ചെയ്യാം. അടിപൊളി സാധനം. ഇതെന്ത് കരിമടി വലിയ വളച്ച നിങ്ങൾ? ഇതെങ്ങനെ ഇത് കിട്ടുന്നത്? വേറെ പണിയുണ്ടോ? ഇപ്പൊ ഒന്ന് പറഞ്ഞുകൂടി നമ്മുടെ ആൾക്കാർ അറിയട്ട്. അവരെ കൊണ്ട് പറ്റത്തില്ല. കുനിഞ്ഞു പോയി അല്ലേ? കുനിഞ്ഞു പോയിട്ട് അങ്ങനെ കോരി എടുക്കുന്നത് മറ്റേ കച്ചാൽ ഉപയോഗിച്ചിട്ടാ. വേറെ മടിയുണ്ടല്ലേ? ഒരു കുനിഞ്ഞു പോയിട്ട് ഒരു ചെയ്യുന്ന ഒരു പരിപാടി. സാധാരണ കരമടിയിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് ഇവരെടുക്കുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുനിഞ്ഞു പോകും. കുനിഞ്ഞു പോയി ഇതാണ്ട് ഈ സാധനം കൂനിപ്പൊടി കൊഞ്ചപ്പൊടി എന്നുള്ള ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അതാ ഈ കാണുന്നത് പോലെ അരുപ്പ് വലയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഇവന്മാർക്ക് ഓടിക്കളയാനായിട്ട് സാധിക്കത്തില്ല അല്ലേ? അതാണ് സംഭവം. കാണുന്നുണ്ടോ? ഇതവിടെ ലേലത്തിൽ കൊടുക്കുകയാണ്. ഒരു അരക്കുട്ട എത്ര പോയി? 2500 3000 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ കുമാറാണ് ലേലം ചെയ്യുന്നത്. ഉണ്ടാ സാധനം ഇതുപോലെയൊക്കെ സാധനം കിട്ടത്തില്ല, റെയർ സാധനമാണ്. 25-ാം തീയതി മാർച്ച് 25-ാം തീയതിയാണ്. നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടെ ഉള്ള നമ്മുടെ കൂട്ടുകാരാണ് കേട്ടോ ഇവർ. വേറെ എന്തെങ്കിലും മീൻ ഉണ്ടായിരുന്നു നേരത്തെ കൊഞ്ചും പൊടി കൊണ്ടുവന്നല്ലേ നിങ്ങളല്ലേ? നേരത്തെ എത്ര രൂപ ഉണ്ടായിരുന്നു? 17,000 രൂപ ഉണ്ടല്ലേ? ഇന്നലെ എന്ത് മീനോ ഉണ്ടായിരുന്നു? ഒന്നും ഇല്ല അല്ലേ? ഇന്നലേക്ക് ഇവർക്കൊന്നും ഇല്ലായിരുന്നു. ഇന്നാണ് മാർച്ച് 25-ാം തീയതി. പണ്ടല്ല, റെയറായിട്ടുള്ള സാധനമാണ്. ഈ സീസൺ ടൈമിന് മാത്രം കിട്ടുന്ന സാധനമാണ് കൊഞ്ചപ്പൊടി. ഇവിടെ നമ്മുടെ കൂനിപ്പൊടി എന്നൊക്കെ പറയും കേട്ടോ. ഇവിടെ കാണാത്ത കൂട്ടുകാരെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോ. ഉണ്ടല്ലോ അവിടെ ലേലമളി നടക്കുന്നുണ്ട്. വേറെ മീനുകളൊന്നുമില്ല, കുട്ടിച്ചൂരകൾ മാത്രം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ സമയമാണ് നമ്മുടെ പിഴിഞ്ഞ മൊയ്തീൻ പള്ളിയുടെ അവിടുത്തെ നമ്മുടെ പയ്യന്മാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കൊഞ്ച് വളരെ കൂലി എന്നിട്ട് വീഡിയോയിലുണ്ട് കേട്ടോ, പോയിട്ട് കണ്ടാൽ മതി. ഇനി ഒരുപാട് കൂട്ടുകാർ ചോദിക്കും കേട്ടോ, ഇതാണോ കൊഞ്ചോന്ന് ചോദിക്കും. ബ്രോ ഇത് കൊഞ്ചാണോ? കൂനിപ്പൊടിയാണ് കേട്ടോ. കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് കൂട്ടുകാർ പറയും ഇതാണ്ട് വളർന്ന് വലുതാകേണ്ട കൊഞ്ചൊക്കെ കൊണ്ടുവന്നെന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഒരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. കൂനി കൊഞ്ചുപ്പൊടി എന്നൊക്കെ പറയുന്ന സാധനമാണ്. നമുക്കറിയാം, എന്നാലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ലൈവായിട്ട് കൊണ്ടുവന്നവരോട് തന്നെ നമ്മൾ ചോദിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മാതി കൊണ്ട് കൊടുക്കി. ഇത് കറി വയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ തോരൻ വയ്ക്കും, ചമ്മന്തി തോരൻ വയ്ക്കും. ചിലർ സാധാരണ നമ്മുടെ ഈ സാധാ കറി വയ്ക്കുന്ന പോലെ തന്നെയാണ്. സത്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് ഇതുപോലെ സാധനമേ നമ്മുടെ വള്ളക്കാരൊക്കെ കറിക്ക് ചോദിക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് മടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. എന്തെന്നറിഞ്ഞൂടാ, പയ്യന്മാരുടെ നല്ല മനസ്സ് കേട്ടോ. അവരെന്നോട് ചോദിച്ചു, എനിക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അവരുടെ അവിടെ ആ വള്ളത്തിലിരുന്ന് ആ കവർ എടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് ഏതായാലും ഒരു 2 ദിവസത്തേക്കുണ്ട് കേട്ടോ അവർ തന്നത്. ഏതായാലും സന്തോഷം. അതുമാത്രമല്ല, ഞാൻ നമ്മുടെ സഹോദരന്മാരെ വള്ളം വന്നാൽ പോലും ഞാൻ അവരോടൊന്നും ചോദിക്കാറില്ല കേട്ടോ, എനിക്ക് കറിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ നല്ല മനസ്സുകൊണ്ട് എനിക്ക് തന്നു. കാരണം റെയറായിട്ട് വരുന്ന സാധനമാണ് ഇത്. ഏതായാലും ഇനി ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് ഈ കൂനിപ്പൊടി കൊഞ്ചുപൊടി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം ഞാൻ അവരോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഈ സാധനം വളർന്നല്ല കൊഞ്ചാകുന്നത്, ഇതിൻ്റെ സൈസ് ഇത് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ തീരദേശത്തൊക്കെ വരുമ്പോൾ അമ്മച്ചിമാരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കരുവാടില്ലേ, ഉണക്കമീൻ, ഇത് തന്നെയാണ് കേട്ടോ കൂനിപ്പൊടി കൊഞ്ചുപൊടി. ഇത് വെള്ളയാണ് കേട്ടോ. ഇതിൽ നല്ല ചൗചവാന്നുള്ള സാധനം ഉണ്ട് കേട്ടോ. അതിനി വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാമേ. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ബൈ ബൈ.